ഹലോ, വെൽക്കം ബാക്ക് ടു ഡ്രാമ ടൂർ. ഡ്രാമാസ് ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. റോസിയെ കണ്ട് തിരികെ റൂമിലെത്തുന്ന ഷിയാമിയെ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് ആരംഭിക്കുന്നത്. അപ്പോൾ നമുക്കിനി കഥ കേട്ടാലോ? അതിനു മുന്നേ ഈ ചാനലിലെ വീഡിയോസ് ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. ഇതുപോലെയുള്ള ഡ്രാമാസിൻ്റെ വീഡിയോസിൻ്റെ ലിങ്ക് ഞാൻ ഓൾറെഡി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്ലേലിസ്റ്റായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അതൊന്ന് കണ്ടു നോക്കി വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അതുമാത്രമല്ല, ഡ്രാമ സജഷൻസ് ഉണ്ട് നിങ്ങൾക്കെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ പറഞ്ഞോളൂ കേട്ടോ. അപ്പോൾ നമുക്കിനി ഈ കഥ കേട്ടാലോ? റോസിയോടൊപ്പം വലിയൊരു സ്റ്റാറായി നടക്കുന്നത് ഷിയാമി സ്വപ്നം കാണുന്നു. റോസി നൽകിയ ഷൂട്ടിംഗ് സ്റ്റാർ ബൗളിൽ തങ്ങൾ ഒന്നിച്ച് പഠിക്കാൻ പോകുന്ന കാര്യമെഴുതി ഷിയാമി എഴുന്നേറ്റ് പോകുന്ന നേരം ഒട്ടിച്ച ആ പേപ്പർ പറന്നു പോകുന്നു. പിറ്റേന്ന് ക്ലാസ്സിൽ വെച്ച് എക്സാമിന് പഠിക്കാൻ റോസി ഷിയാമിക്ക് ബുക്സ് കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. അവൾക്കാണെങ്കിൽ പഠിച്ചു മടുത്തു. എങ്കിലും ഒന്നിച്ച് പഠിക്കാമല്ലോ എന്നോർത്ത് മടിയെല്ലാം മാറ്റിവെച്ച് ഷിയാമി പഠിക്കുന്നു. തലേന്ന് രാത്രി ഷിയാമി നൽകിയ സ്റ്റാറും നോക്കി തങ്ങൾ ഒന്നിച്ച് പഠിക്കുമെന്ന സ്വപ്നവും കണ്ട് റോസി കിടക്കുമ്പോൾ ആ റൂമിൽ ആകെ ഒരു ബെഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കടുത്ത ദാരിദ്ര്യത്തിലാണ് റോസി. തങ്ങൾ ഒന്നിച്ച് പഠിക്കാൻ പോവുകയാണെന്ന വാർത്ത അവർ റുവോത്തിറിനെയും ഫാനിയാനെയും അറിയിക്കുന്നുണ്ട്. എക്സാമിൻ്റെ റിസൾട്ട് വന്നപ്പോൾ മാർക്ക് കുറഞ്ഞു പോയ റുവോത്തിറിനെ യുവാൻ പലതും പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നു. ജർമ്മനിയിൽ പോകുന്നതിൻ്റെ ഭാഗമായെന്ന് വ്യക്തമാക്കാതെ റോസിക്കും ഷിയാമിക്കും അവൻ ചോക്ലേറ്റ്സ് നൽകുന്നു. ഇതെല്ലാം കണ്ട് റുവോത്തിർ വിഷമിക്കുന്നുണ്ട്. മാത്സ് ടഫാണെന്നും പറഞ്ഞ് പഠിക്കാൻ എളുപ്പത്തിന് അവൻ ഷിയാമിക്ക് നോട്ട്സും നൽകുന്നുണ്ട്. ഇതെല്ലാം കണ്ട് റോസിക്ക് സംശയം തോന്നി തുടങ്ങുന്നു. പിന്നീട് ഷിയാമിക്ക് എക്സാമിന് നല്ല മാർക്ക് കിട്ടിയത് റോസി അഭിനന്ദിക്കുന്നതിനിടയിൽ റുവോത്തിറും യുവാനും അങ്ങോട്ടേക്ക് വരുന്നു. എന്നാൽ റുവോത്തിറിന് മാർക്ക് കുറവാണല്ലോ. അവളെ സന്തോഷിപ്പിക്കാൻ എല്ലാവരും ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നു. സൺറൈസ് കാണാൻ അവരെല്ലാം ഒത്തുകൂടുന്നു. തണുത്തിരുന്ന ഷിയാമിക്ക് റോസി തൻ്റെ ജാക്കറ്റ് ഊരി കൊടുക്കുന്നു. ഫാനിയാനും തൻ്റെ ജാക്കറ്റ് ഊരി അവൾക്ക് കൊടുക്കാൻ തുനിഞ്ഞെങ്കിലും അത് നടന്നില്ല. ഇത് കണ്ടുവന്ന റുവോത്തിർ സ്വന്തം ജാക്കറ്റ് ഊരി മാറ്റി തണുക്കുന്നത് പോലെ യുവാന് മുന്നിൽ അഭിനയിക്കുമ്പോൾ അവൻ ആ ജാക്കറ്റ് അവൾക്ക് ഊരി കൊടുക്കുന്നു. ഇതൊന്നും റോസിക്ക് തീരെ പിടിക്കുന്നില്ല. റുവോത്തിറിൻ്റെ അഭിനയം അവന് മനസ്സിലാകുന്നുണ്ട്. ജുൻയി ഷിയാവുവിനോട് അവളുടെ ജാക്കറ്റ് ചോദിക്കുന്നു. നാണമില്ലേ നിനക്ക്? ബോയ്സ് ഗേൾസിനാണ് ജാക്കറ്റ് ഊരി കൊടുക്കേണ്ടതെന്ന് അവൾ പറയുന്നു. നീ എനിക്ക് ബോയ് ആണെന്ന് ജുൻയി പറയുമ്പോൾ അവർ തമ്മിലൊരടി. അപ്പോഴേക്കും സൂര്യൻ ഉദിക്കുന്നു. ഒറ്റയ്ക്കിരുന്ന യുവാൻ്റെ അടുത്ത് ഷിയാമി വന്ന് സംസാരിക്കുന്നു. 10 വർഷം കഴിഞ്ഞ് അവരൊക്കെ എന്ത് ചെയ്യുകയാവുമെന്നായിരുന്നു അവളുടെ ചോദ്യം. ഫാനിയാൻ ഒരു സയൻറ്റിസ്റ്റ്, റോസി തിരക്കുള്ള ഒരു ആക്ടർ, ഷിയാമി ആണെങ്കിൽ റൈറ്റർ. ഇടയ്ക്കിടയ്ക്ക് പരസ്പരം കാണണം, വീക്കെൻഡ്സിലൊക്കെ ഡ്രിങ്ക്സ് കഴിക്കണം എന്നൊക്കെ ഷിയാമി പറയുമ്പോൾ ഡ്രിങ്ക്സ് കഴിക്കാൻ യുവാൻ സമ്മതിക്കുന്നില്ല. വീണ്ടും മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് അവർ കൈ കൊടുക്കുന്ന നേരം എന്നെ കൂട്ടാൻ ദിവിടെന്ത് പ്ലാൻ എന്നും ചോദിച്ചു വന്ന റോസിയും ആ കൂട്ടത്തിൽ കൈകോർക്കും. കിട്ടിയ തക്കത്തിന് അവൻ ഷിയാമിയുടെ കൈ പിടിക്കും. സ്വർഗത്തിലെ കട്ടുറുമ്പാകാതെ യുവാൻ അവിടെ നിന്നും പോകും. ഫ്രണ്ട്ഷിപ്പ് പ്രോമിസ് കഴിഞ്ഞു, ഇനി നമ്മൾ തമ്മിലൊരു ഡീലില്ലേ എന്ന് റോസി ഷിയാമിയോട് ചോദിച്ച് എന്തോ അവളുടെ ചെവിയിൽ പറയുമ്പോൾ അവൾ ആ കാര്യം അവനോട് പ്രോമിസ് ചെയ്ത് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ശേഷം യുവാനും റോസിയും ഷിയാമിയെ വീട്ടിലാക്കാൻ ചെല്ലുന്നു. യുവാൻ അവളെയും റോസിയെയും ഹഗ് ചെയ്യുന്നു. ദൂരെ ഒരു ട്രിപ്പിന് പോവുകയാണെന്ന് അവരോട് പറയുന്നുണ്ടെങ്കിലും റോസി അത് വിശ്വസിക്കുന്നില്ല. ഷിയാമി പോയപ്പോൾ യുവാൻ അവളെ തന്നെ നോക്കി നിൽക്കുന്നു. ജർമ്മനിയിലേക്ക് യുവാൻ പോകുന്ന കാര്യം റോസി മനസ്സിലാക്കുന്നു. ഷിയാമിയെ റോസിക്ക് യുവാൻ വിട്ടുകൊടുത്തിരിക്കുന്നു. താൻ പോകുന്ന വിവരം ഷിയാമിയെ അറിയിക്കരുത്, ഞാൻ കാരണം അവൾ വിഷമിക്കുന്നത് കാണാൻ വയ്യെന്നൊക്കെ യുവാൻ റോസിയോട് പറയുന്നു. യുവാൻ ജർമ്മനിയിലേക്ക് പോകുന്നു. പിറ്റേന്ന് റോസി ക്ലാസ്സിൽ വരുന്നില്ല. ഷിയാമി അവന് കുറേ മെസ്സേജ് അയച്ചും വിളിച്ചു നോക്കിയെങ്കിലും അതിനൊന്നും മറുപടിയില്ല. ജുൻയി വന്ന് അവളോട് റോസിയെക്കുറിച്ച് തിരക്കുന്നുണ്ടെങ്കിലും അവളൊന്നും അവനോട് പറയില്ല. ഇതേ സമയം യുവാൻ ജർമ്മനിയിലേക്ക് പോയ വിവരം കൂട്ടുകാർ പറയുന്നത് റുവോത്തിർ കേൾക്കും. യുവാൻ ഷിയാമിയോടാണ് ക്ലോസ്, റുവോത്തിറിനോടല്ല. ഇതുകൊണ്ടാവും പോകുന്ന വിവരം അവളോട് പറയാഞ്ഞതെന്നൊക്കെ കുട്ടികൾ പറയുന്നത് കേട്ട റുവോത്തിർ ദേഷ്യത്തിൽ ചെന്ന് ഷിയാമിയോട് ചോദിക്കുമ്പോഴായിരിക്കും ഷിയാമി യുവാൻ ജർമ്മനിയിൽ പോയ കാര്യം അറിയുന്നത് തന്നെ. ആകെ ഷോക്കായ ഷിയാമിയെ റുവോത്തിർ പിടിച്ച് തള്ളിയിടുമ്പോൾ ഹാൻ അവിടേക്ക് വരും. വഴക്കിട്ട് റുവോത്തിർ പോകുമ്പോൾ അവൾ നിന്നെ ഒരിക്കലും സുഹൃത്തായി കണ്ടിട്ടില്ലെന്നൊക്കെ ഷിയാമിയോട് ഹാൻ പറയും. ഇതെല്ലാം കേട്ട ഷിയാമി കരഞ്ഞ് റോസി ഫോണിൽ വിളിച്ചു നോക്കിയെങ്കിലും കിട്ടുന്നില്ല. ആകെ മൊത്തം സങ്കടം വന്ന ഷിയാമി റോസിയുടെ വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ അവരവിടുന്ന് താമസം മാറിയ വിവരമറിയും.
തിരികെ വീട്ടിലെത്തി മുറിയിൽ കയറി കതകടച്ച് ഷിയാമി പൊട്ടിക്കരയും. പിറ്റേന്നും റോസി ക്ലാസ്സിൽ വരില്ല. ജുൻഗി വന്ന് റോസിയുടെ വിവരം തിരക്കുമ്പോൾ അവൾക്കൊന്നുകൂടെ കരച്ചിൽ വരും. അവൻ അവൾക്ക് ടിഷ്യൂ നൽകും. അവളുടെ കരച്ചിൽ കണ്ടുവന്ന ഹാൻ റോസിയുള്ള ഹോസ്പിറ്റലിൻ്റെ ഡീറ്റെയിൽസ് അവൾക്ക് പറഞ്ഞു കൊടുക്കും. ഉടനെ തന്നെ അവൾ ആ ഹോസ്പിറ്റലിലെത്തും. അമ്മയ്ക്ക് വേണ്ട ഹാർട്ട് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് എന്തും താങ്ങാൻ മനസ്സിനെ പാകപ്പെടുത്താൻ ഡോക്ടർ റോസിയോട് പറയുന്നത് ഷിയാമി കേൾക്കുന്നു. പിന്നിലേക്ക് തിരിഞ്ഞ റോസി ഷിയാമിയെ കണ്ടപാടെ കെട്ടിപ്പിടിച്ച് കരഞ്ഞ് അവൾ അവിടെ വന്നതിന് ചീത്ത പറയുന്നു. പെട്ടെന്ന് അവനെ റൂമിൽ നിന്നും അമ്മ വിളിക്കുമ്പോൾ കണ്ണീര് തുടച്ചവൻ അകത്തേക്ക് പോകുന്നു. ഇത് നോക്കി ഷിയാമി കുറച്ചു നേരം പുറത്തു നിന്നെങ്കിലും പിന്നീട് ഉള്ളിലേക്ക് കയറിപ്പോകുന്നു. സർജറിയുടെ കാര്യം അമ്മയോട് റോസി പറയുമ്പോൾ അതൊന്നും വിശ്വാസമില്ലാതെ അമ്മ നോക്കുമ്പോൾ ഷിയാമിയും വന്ന് അതൊക്കെ സത്യമാണെന്ന് പറയുന്നു. പുറത്തിറങ്ങി രണ്ടാളും സംസാരിക്കുന്നു. വീട്ടിലേക്ക് കൊണ്ടാക്കണ്ട, തനിച്ച് പൊക്കോളാമെന്ന് ഷിയാമി പറയുന്നുണ്ട് അവനോട്. എത്തിയാൽ ഉടൻ മെസ്സേജ് അയക്കാമെന്ന് പറഞ്ഞ് അവൾ അവിടുന്ന് പോകുന്നു. അമ്മയുടെ സർജറിക്ക് വേണ്ടി ഒരു ഫ്രണ്ട് സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അയാളുടെ കമ്പനിയിൽ വർക്ക് ചെയ്യാൻ നമ്മൾ താമസം മാറണമെന്നൊക്കെ അച്ഛൻ അവനോട് പറയുന്നു. റോസി ഇപ്പോൾ ബന്ധുവിൻ്റെ വീട്ടിലാണല്ലോ താമസം. മോൻ വരണ്ട, അങ്കിളുണ്ടല്ലോ സഹായത്തിനെന്ന് അച്ഛൻ പറഞ്ഞെങ്കിലും താൻ വരാമെന്ന് റോസി പറയുന്നു. ഇവിടം വിട്ടു പോകാൻ അവനൊട്ടും താല്പര്യമില്ല. വീട്ടിലെത്തിയ ഷിയാമി റോസിയുടെ അവസ്ഥ വിശദീകരിക്കുമ്പോൾ അച്ഛൻ്റെ പരിചയത്തിലുള്ള ഡോക്ടറോട് സഹായിക്കാൻ പറയാമെന്ന് പറഞ്ഞ് അമ്മ അവളെ ആശ്വസിപ്പിക്കുന്നു. അവൾക്ക് വേണ്ടി പാരൻസ് കരുതി വെച്ച സേവിങ്സ് കാർഡ് അമ്മ അവൾക്ക് നൽകുന്നു. വീട്ടിലെത്തിയ വിവരം ഷിയാമി റോസിയെ അറിയിക്കുമ്പോൾ നാളെ കാണാമെന്നവൻ അവളോട് പറയുന്നു. പിറ്റേന്ന് സ്കൂൾ യൂണിഫോം ഇട്ട് വന്ന റോസിയെ കണ്ട് അവൻ ഇനി സ്കൂളിലേക്ക് വരുന്നുണ്ടാകുമെന്ന് ഷിയാമി കരുതുന്നു. എന്നാൽ യൂണിഫോം ഇട്ടാൽ മാത്രമേ അവനെ സ്കൂളിനകത്ത് കയറ്റൂ. അവരൊന്നിച്ച് മിൽക്ക് ടീ കുടിക്കാൻ പോകുമ്പോൾ കടമായിട്ട് ഷിയാമി റോസിക്ക് ആ സേവിങ്സ് കാർഡ് കൊടുക്കുന്നു. അച്ഛൻ്റെ സുഹൃത്ത് ഡോക്ടറുണ്ട്, അദ്ദേഹം സഹായിക്കാമെന്ന് ഏറ്റിട്ടുണ്ടെന്നും ഷിയാമി പറയുമ്പോൾ ഇനി അതിൻ്റെ ആവശ്യമില്ല, സർജറിയുടെ കാര്യങ്ങളെല്ലാം ശരിയായെന്ന് റോസി അവളെ അറിയിക്കുന്നു. റോസി അവൾക്ക് സ്വന്തം കൈകൊണ്ട് മിൽക്ക് ടീ ഉണ്ടാക്കി കൊടുക്കുന്നു. ഇത് കണ്ടുവന്ന മറ്റൊരു സ്ത്രീ അവന് ജോലിക്കാരനെന്ന് തെറ്റിദ്ധരിച്ച് മിൽക്ക് ടീ ഉണ്ടാക്കി കൊടുക്കാൻ പറയുമ്പോൾ താൻ ഇവൾക്ക് മാത്രമേ ഉണ്ടാക്കി കൊടുക്കൂ എന്ന് അവൻ പറയുന്നത് കേട്ട് ഷിയാമി നാണിക്കുന്നു. ഞാൻ കൊടുക്കാൻ പൈസയെന്ന് ഷിയാമി, ഞാൻ കൊടുക്കാൻ പൈസയെന്ന് റോസി. ഒടുവിൽ ഓണർ വന്ന് മിൽക്ക് ടീ ഫ്രീ എന്ന് പ്രഖ്യാപിക്കുന്നു. പുറത്ത് ഷിയാമിക്ക് ഇഷ്ടപ്പെട്ട സ്നാക്സ് കണ്ടപ്പോൾ ഷിയാമി അത് വാങ്ങാൻ പോയ തക്കത്തിന് റോസി കാർഡ് അവളുടെ ബാഗിൽ ഇടുന്നു. ആ സ്നാക്സ് വാങ്ങി റോസി അതിങ്ങനെ അവളുടെ വായിൽ വെച്ച് കൊടുക്കുന്നു. ഇരുവരും ചേർന്ന് റോസിക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്ത് പോയി കുറേ ഫോട്ടോസ് എടുക്കുന്നു. എല്ലാ വർഷവും ഇവിടെ വരണമെന്ന് ഷിയാമി പ്രോമിസ് ചെയ്യിക്കുന്നു. റോസിയും അത് സമ്മതിക്കുന്നു. തിരികെ അവൻ അവളെ വീട്ടിൽ കൊണ്ടാക്കി കൊടുക്കുന്നു. തിരക്കില്ലെങ്കിൽ അല്പനേരം കൂടെ സംസാരിക്കാമെന്ന് പറഞ്ഞ് ഷിയാമി അവൻ്റെ കൈ പിടിച്ച് നടക്കുന്നു. താൻ ഈ നാട് വിട്ടു പോവുകയാണെന്ന് പറയാനാണ് അവളെ വിളിച്ചു വരുത്തിയതെങ്കിലും അതവന് പറയാൻ കഴിയുന്നില്ല. തിരികെ ഹോസ്പിറ്റലിൽ എത്തിയ റോസിക്ക് പോകാനെല്ലാം അച്ഛൻ ഒരുക്കിയിരുന്നു. അന്ന് രാത്രി അവൻ നാട് വിടുന്നു. അമ്മയുടെ ചികിത്സയ്ക്ക് വേണ്ട പേപ്പേഴ്സ് റെഡിയാക്കാനാണ് അവൻ നേരത്തെ പോകുന്നത്. വീട്ടിലെത്തിയ ഷിയാമി കാർട്ട് ബാഗിൽ കണ്ട് അവനെ വിളിച്ചെങ്കിലും വിഷമം കൊണ്ട് അവൻ ആ കോൾ എടുക്കുന്നില്ല. മറിച്ച് താൻ പോവുകയാണ്, സർജറി കഴിഞ്ഞ് എല്ലാവരെയും വന്ന് കാണാമെന്ന് മെസ്സേജ് അവൾക്ക് അയക്കുന്നു. ഇത് വായിച്ച് ഷിയാമി ഹോസ്പിറ്റലിൽ എത്തുമ്പോഴേക്കും റോസി കാറിൽ പോകാൻ ഇറങ്ങിയിരുന്നു. നല്ല മഴയുണ്ടായിരുന്നു. കാറിന് പിന്നാലെ ഓടി കുറേ തവണ അവൾ അവനെ വിളിച്ചെങ്കിലും അവനത് കേൾക്കുന്നില്ല. അവൾ നിലത്ത് വീണ് കാലിൽ മുറിവ് പറ്റുന്നു. അങ്ങനെ ആ രാത്രിയും മഴയും അവൾക്ക് ആജീവനാന്ത ട്രോമ നൽകുന്നു. പിറ്റേന്ന് സ്കൂളിലെത്തി അവളോട് കാലിലെ മുറിവിനെക്കുറിച്ച് ഷിയാവു ചോദിക്കുന്നുണ്ട്. റോസിയെക്കുറിച്ച് ജുന്നി ചോദിക്കുന്നതോടെ അവളാകെ പൊട്ടിക്കരയുന്നു. ഇതവിടെയുള്ള കുട്ടികളൊക്കെ കാണുന്നു. റോത്തിയർ ആണെങ്കിൽ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ അതുവഴി പോകുന്നു. ക്യാൻറ്റീനിൽ വെച്ചും റോത്തിയർ ഷിയാമിയെ ഒറ്റപ്പെടുത്തുന്നു. അവൾക്ക് പുതിയ ഫ്രണ്ട്സിനെ കിട്ടി. അപ്പോഴാണ് ജുൻഗിയും ഷിയായോയും ഡാവോയും അങ്ങോട്ട് വന്ന് അവൾക്ക് കമ്പനി കൊടുക്കുന്നത്. എന്തെങ്കിലുമൊക്കെ സംസാരിക്കാമെന്ന് വെച്ച് ഡായോ പറയുന്നത് റോസിയുടെ കാര്യമായിരിക്കും. ഇത് കേട്ടപാടെ ഷിയാമി വിഷമിച്ചെങ്കിലും മറ്റുള്ളവർ ഓരോന്നും പറഞ്ഞ് അവളെ ചിയർ ചെയ്യുന്നുണ്ട്. അവൾ ഡെയിലി റോസിക്ക് കോളും മെസ്സേജും ഒക്കെ ചെയ്യാറുണ്ട്. ഒന്നിനും റിപ്ലൈ ഇല്ലെന്ന് മാത്രം. കോളേജിൽ ഒന്നിച്ച് പഠിക്കാമെന്നവൻ പ്രോമിസ് ചെയ്തിട്ടുണ്ടല്ലോ എന്നോർത്തവൾ നന്നായി പഠിക്കും. ആ എക്സാമിന് ഷിയാമിക്ക് നല്ല മാർക്ക് കിട്ടിയെന്നതിന് സാർ അവളെ കൺഗ്രാജുലേറ്റ് ചെയ്യും. തൊട്ടടുത്തിരിക്കുന്നത് റോസിയാണെന്ന ചിന്തയാണ് അവൾക്ക്. അപ്പോഴാണ് ഷിയായു യുവാൻ അയച്ച കത്ത് അവൾക്ക് കൊടുക്കുന്നത്. അവൻ്റെ യൂണിവേഴ്സിറ്റി ഫോട്ടോയും താൻ തിരക്കിലായതുകൊണ്ട്
ഫോൺ അധികം യൂസ് ചെയ്യാറില്ല, എന്തുണ്ടെങ്കിലും കത്തയച്ചാൽ മതിയെന്നും റോസി എവിടെയാണെങ്കിലും കണ്ടുപിടിക്കാമെന്നും ആ കത്തിൽ എഴുതിയിരുന്നു. തിരിച്ച് ഷിയാമിയും കത്തെഴുതുന്ന സീനിൽ ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ഇനി എന്താണ് സംഭവിക്കുന്നതെന്നറിയണ്ടേ? അതറിയാൻ അടുത്ത വീഡിയോ വരെ കാത്തിരിക്കുക. ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.